അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ആദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി يتلون كتاب الله ويتدارسون بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ 1023 നമ്പർ ഹദീസായി നൽകിയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ സദസ്സിൽ ഇരിക്കുന്നതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചു തന്ന വളരെ മഹത്തായ ചില വചനങ്ങളാണിത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികളിലെ ഒരു പള്ളിയിൽ വെച്ച് ആരെങ്കിലും ഒരുമിച്ച് കൂടിയാൽ യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വയതദാറസൂന ബൈനഹു, അതേപോലെ തന്നെ അത് അന്യോന്യം പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ സക്കീനത്ത് അഥവാ ശാന്തി ഇറങ്ങുന്നതാണ്. വഗശിയതുഹുമുർ റഹ്മ, അവരുടെ മേൽ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം ആവരണം ചെയ്യുന്നതാണ്. വഗഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുകയും ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ അൻദ, അതുമാത്രമല്ല അള്ളാഹു തൻ്റെ അടുത്തുള്ളവരിൽ അവരെ അനുസ്മരിക്കുകയും സ്മരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ ഒരു പ്രവാചക വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ വചനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത്തരത്തിലുള്ള ദീനീ സദസ്സുകളുടെ മഹത്വവും പ്രാധാന്യവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവിടുത്തെ ദീനും കൃത്യമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സദസ്സുകൾ, ആ സദസ്സുകളിൽ ഇരിക്കുന്നത് കൊണ്ട്, ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അവന് ലഭിക്കുന്ന 4 നേട്ടങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത്, ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളും പരിശുദ്ധ ഖുർആനും ഓതുന്ന തിരുസദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പറഞ്ഞത്, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും ഇറങ്ങുമെന്നുള്ളതാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ സമാധാനം എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ശാന്തി എന്നുള്ളത് അള്ളാഹു അവൻ്റെ വിശ്വാസികളായ അടിമകൾക്ക്, ചില പ്രത്യേകം അടിമകൾക്ക് മാത്രം നൽകുന്ന ഒരു പ്രത്യേകമായ സമ്മാനമാണ് സമാധാനം എന്നുള്ളത്, ശാന്തി എന്നുള്ളത്. ഈ ശാന്തി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ശാന്തി നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, മാനസികമായ സമാധാനം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ
ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നതിലൂടെ മാത്രമേ ഹൃദയ സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് യാതനകൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ, ഈ കഷ്ടപ്പാടുകളിലും പരീക്ഷണങ്ങളിലുമെല്ലാം ഇത് തൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന പരീക്ഷണമാണ് എന്നുള്ള നിലക്ക് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതിലൂടെ അവന് നൽകുന്ന ഒരു ഹൃദയ വിശാലത, ഹൃദയ സമാധാനം, അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഇത്തരത്തിലുള്ള സദസ്സുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയുവാനോ നീ തടഞ്ഞത് നൽകുവാനോ ഒരാൾക്കും സാധ്യമല്ല. അത്തരത്തിലുള്ള ഒരു വിശ്വാസം, അചഞ്ചലമായ ഒരു വിശ്വാസം ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന, ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് ഘട്ടത്തിലുള്ള ഏത് യാതനകളെയും എല്ലാറ്റിനെയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദീനീ സദസ്സുകളിലൂടെ അവന് ലഭിക്കും എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് വഗഫത്തുഹുമുൽ മലായിക വഗശിയതുഹുമുർ റഹ്മ. രണ്ടാമതായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവനിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് അത് എല്ലാ അർത്ഥത്തിലും എല്ലാ ആളുകൾക്കും ലഭിക്കുന്നതല്ല. മറിച്ച് അവൻ്റെ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹ് നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു കാരുണ്യമാണ് റഹ്മത്ത് എന്നുള്ളത്. ആ കാരുണ്യം ലഭിക്കുക ഇത്തരത്തിലുള്ള സദസ്സുകളിലൂടെ മാത്രം പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവന് ഇത്തരത്തിലുള്ള ഈ സദസ്സുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു റഹ്മത്ത് നൽകുമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അവൻ്റെ ജോലികളിൽ, അവൻ്റെ വ്യവഹാരങ്ങളിൽ, അതുപോലെ തന്നെ അവൻ്റെ മറ്റു ബന്ധങ്ങളിൽ, അതേപോലെയുള്ള അവൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഗഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വരികയാണ്. എന്താണ് മലക്കുകൾ പൊതിയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അഹാതത് ബിഹിമുൽ മലായികത്തുൽ ലത്തി തബഅതു അൻ മജാലിസി ദിക്ർ. അള്ളാഹുവിൻ്റെ സദസ്സുകളെ കുറിച്ച്, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളെ അന്വേഷിച്ച് നടക്കുന്ന ചില മലായിക്കത്തുകളുണ്ട്, മലക്കുകളുണ്ട്. ആ മലക്കുകൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സദസ്സുകൾ അന്വേഷിക്കുകയും ആ സദസ്സുകളിൽ പങ്കെടുക്കുകയും ആ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വരികയാണ്. നാലാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ അവസാനമായി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹു തൻ്റെ അടുത്തുള്ളവരിൽ അവനെ സ്മരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. വല്ലാത്തൊരു അംഗീകാരമാണ്, വല്ലാത്തൊരു ആദരവാണ്, വല്ലാത്തൊരു ബഹുമാനമാണ്. അള്ളാഹുവിൻ്റെ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹ് നൽകുന്ന വല്ലാത്തൊരു ബഹുമാനമാണ്, ആദരവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്ന, പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്ന ആളുകളെ അള്ളാഹു അവൻ്റെ അടുത്തുള്ള മുഖരീബീങ്ങളായ ആളുകളോട് അവരെക്കുറിച്ച് വർത്തമാനങ്ങൾ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ ഹും സനാഉ അലൈഹി ഫിൽ മലഉൽ അഅ്ല
ബൈനൽ മലായികത്തിൽ മുഖർരിബീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അടുത്ത മുഖർരിബീങ്ങളായ ചില മലായിക്കത്തുകളുണ്ട്, മലഉൽ അഅലയിൽപ്പെട്ട ചില മലക്കുകളുണ്ട്. ആ മലക്കുകളോട് ഈ ആളുകളെക്കുറിച്ച് വർത്തമാനങ്ങൾ പറയും. വഹിയ തബഖത്തുൽ ഊലാ മിനൽ മലായിക, അവരാരാണ്? ഒന്നാമത്തെ ദറജയിൽപ്പെട്ട ഏറ്റവും അത്യുന്നതമായ ദറജയിൽപ്പെട്ട മലക്കുകളാണ് ഈ അഅലയിൽപ്പെട്ട ആളുകൾ, അഥവാ മലഉൽ അഅലയിൽപ്പെട്ട മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന മലക്കുകളാണ്. അവരോടാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ പറയുന്ന, വർത്തമാനങ്ങൾ പറയുന്ന സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നതും ഈ വർത്തമാനങ്ങൾ കേൾക്കുന്നതും ഇവിടെ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു നിസാരമായ ഒരു കാര്യമല്ല. ഈ ഒരു അനുഭൂതി അള്ളാഹുവിൻ്റെ വിശ്വാസികളായ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന വല്ലാത്തൊരു മാനസികമായ സംതൃപ്തിയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ സംഗമം ഇവിടെ ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ റമദാൻ സംഗമത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.